ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്നാണ് സാറ്റർഡേ. പലർക്കും ഹോളിഡേ ആയിരിക്കും, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ഹോളിഡേ ആണ്. അപ്പോൾ നമ്മുടെ ജോലി വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എവറി ഡേ ഇസ് ഹോളിഡേ. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞാൻ നമ്മളുടെ ആ മ്യൂസിക് ഹൗസിൽ പോയിട്ട് കണ്ടു. നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. സമയമെടുക്കും, ഒരു 3-6 മാസം എടുക്കും അതൊന്ന് ശരിക്കും പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചതും ആ മ്യൂസിക് ഹൗസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മ്യൂസിക് ഹൗസ്, ഈ മ്യൂസിക് ഹൗസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് പോകുന്നു ഇപ്പം. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം നമ്മൾക്കുള്ള പ്രോബബിലിറ്റീസും പോസിബിലിറ്റീസും ഒക്കെ എന്താണ്. ഞാനിപ്പോൾ ആക്ച്വലിയാണ് ഇഹാവ് മ്യൂസിക് ഹൗസ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇഹാവ്, IHAO, ഇഹാവ്. ഇത് ആക്ച്വലി ഒരു താങ്കുൽ വേർഡാണ്. നാഗാലാൻഡിലെ താങ്കുൽ, മണിപ്പൂരിലെ ലാംഗ്വേജാണ് അത്, താങ്കുൽ. അതിലാണ് അവർ പറയണത്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ എനിക്ക് അവർ ഈ ഏരിയ ഫുള്ള് തരരുത്, ഞാൻ കാണിച്ചു തരാം. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം എടുത്തോ ഫുള്ള്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണോ ഇത് ചെയ്തോ. നിങ്ങൾ എന്ത് ചെയ്താലും, നമ്മൾ ബിസിനസ് കൊണ്ടാലും ഞാൻ ബിസിനസ് കൊണ്ടാലും എല്ലാതും 50-50. അപ്പോൾ നല്ലതല്ലേ എന്ന് വെച്ചാൽ എനിക്കൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ നീഡ് സംബഡി ഹൂ നോസ് ഹൗ ടു ഓപ്പറേറ്റ് ഓൾ ദീസ് തിങ്സ്. റെക്കോർഡിങ് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ പ്ലസ് മ്യൂസിക്, എന്താണ് പ്രൊഡക്ഷൻ ടീച്ചർ, പിന്നെ സൗണ്ട് എഞ്ചിനീയറിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ അവർക്ക് വേണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാൾ നോക്കി നടക്കായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പേര് വന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കം. നമ്മൾ ദുബായിൽ നിന്ന് എല്ലാതും വിട്ടു വന്നതല്ലേ. ഇപ്പോൾ അതെ ഇവിടെ അതിലും വലിയ സ്ഥലം നമുക്ക് ഇവിടെ കിട്ടി. പക്ഷേ കുറേ പണിയുണ്ട്, കുറച്ചും കൂടി പണിയൊക്കെ ഉണ്ട്. ഒന്നുമല്ല എന്നാലും വാട്ട് എവർ വി ഗോട്ട്, വി ഹാവ് ടു ബി ഹാപ്പി വിത്ത് ദാറ്റ്, ബിക്കോസ് ദിസ് ഈസ് ഓൾസോ എ ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ ഞാൻ ഈ സ്ഥലം നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ് ബേസിക്കലി ഇവർ ഈ ഡ്രംസും പിന്നെ അവരുടെ കുറേ ബാൻഡൊക്കെ വരും, അവർ പ്രാക്ടീസ് സെഷൻസൊക്കെ നടത്തുന്നത്. അവർ നല്ല ലൈനറെ സ്പീക്കേഴ്സും എല്ലാം ഉണ്ട്. പഹയം കുറേ ചിലവാക്കിയിട്ടുണ്ട് ഇവിടെ. പ്ലസ് ഓഫ് കോഴ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇവിടെ ഇത് റൂമിൻ്റെ കറക്ഷനൊക്കെ ചെയ്യാനുണ്ട്, സൗണ്ട് കറക്ഷനൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ കൺട്രോൾ റൂം ഇവരുണ്ടാക്കിയത് ഇതൊക്കെ അവൻ സ്വന്തം കൈകൊണ്ട് ചെയ്തതാണ്. ഞാൻ പരിചയപ്പെടുത്തിയത് അവൻ്റെ പേരാണ് ഷിംറെ. അപ്പോൾ ബേസിക്കലി ഇതാണ് ചെറിയൊരു കൺട്രോൾ റൂം. ഇതൊക്കെ അവൻ പറഞ്ഞു എല്ലാതും മാറ്റിത്തരാം, ഇത് 3 കൊല്ലമായിട്ട് വെറുതെ കിടക്കുക. ഇവിടെ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ, പക്ഷേ അത്രയും ഇതുണ്ടായിരുന്നില്ല അവനക്ക്. അപ്പോൾ അവനെ പുറത്താക്കി. അപ്പോൾ ഇതാണ് കൺട്രോൾ റൂം. ഇതൊക്കെ നമ്മൾ ചേഞ്ച് ആക്കണമെങ്കിൽ. ഇതാണ് മിക്സറും ആമ്പും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു റൂം അവരിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ റൂം അടിപൊളി റൂമാണ്. ഇത് നല്ല സൗണ്ടൊക്കെ നല്ലോണം ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. സോ ദ സൗണ്ട് എവറിത്തിങ് സ്റ്റേസ് ഇൻസൈഡ്. അപ്പോൾ ഇവിടെ റെക്കോർഡിങ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി സൗണ്ടാണ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കണം. ഞാൻ അവനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ എന്ത് വേണമെച്ചാലും ചെയ്തോ, ഇത് നിൻ്റെ ഈ 2-3 സ്ഥലം നിൻ്റെ മുറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഇത് ഇവരുടെ മെയിൻ ഏരിയ. ഇവിടെ കുറേ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ. ഇവിടെ കീബോർഡ് പഠിപ്പിക്കുന്നു ഒരു ഏരിയ. ഇവിടെ കീബോർഡിൻ്റെ സെക്ഷൻസ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് the entrance. Idhar abhi koi nahi hai na, nobody is there, right? So this is where guitar, they teach guitar here, right? So this is where guitar classes happen. Pindi very ishtam pole students undu. ഇപ്പോൾ വരില്ല, വൈകുന്നേരം കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. So very well organized and it's really pretty. മാർഷലിൻ്റെ ആമ്പും. So they have mostly all the equipments, and this is their entrance and reception area. And the boss is here, Mr. Shimre. So he is the one who is running the place, Mr. Shimre, and he himself is a musician. So yeah. And what is this, Shimre, this area? Oh, keyboard, huh? Ah, nice. Hey. Nice room here once more.
വോക്കൽ ക്ലാസ്സസും ഉണ്ട് ഇവിടെ. ഇഫ് യു വാണ്ട് ടു ലേൺ വോക്കൽ ട്രെയിനിങ്ങും. അപ്പോൾ ഡൽഹിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കേണ്ടത് വെച്ചാൽ ഇവിടേക്ക് വരാം. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ സ്റ്റിൽ I know want to learn music, so this is a good place. So these all big ones, man. You have actually for a big show you have everything. So ഇതാണ് സംഭവം ഇഹാവോ മ്യൂസിക് ഹൗസ്, മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൺലൈൻ ഓഫ്ലൈൻ മ്യൂസിക് ക്ലാസ്സസ്, ഗിറ്റാർ, പിയാനോ, വോക്കൽ. അപ്പോൾ ഇതിൽ നമ്മളുടെ അടിയിലെ വരാം ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ അതൊക്കെ ഉണ്ട്. സൗണ്ട് സിസ്റ്റമും ഉണ്ട് ഇവരുടെ. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. നല്ല പ്രൊഡക്റ്റീവ് മീറ്റിംഗ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇനി മൺഡേ വന്നിട്ട് നമ്മളൊന്ന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നിരീക്ഷണം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ കിടക്കാൻ പോകണം. സമയം 5:30 ആവാറായി. മഞ്ഞ് മൂടി തുടങ്ങിയപ്പോൾ വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ്. ഇത് ആക്ച്വലി സിറ്റി വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലമുള്ളത്. ആ കാണാണ്, അപ്പുറത്ത് കാണാണ് സിറ്റി വാക്ക്. അപ്പോൾ ബേസിക്കലി മാൾവി നഗർ എന്ന് പറയാം. മാൾവി നഗറിലാണ് ഈ സ്ഥലം. പാവങ്ങൾ കിടന്നുറങ്ങണം. നോക്കിയേ, എനിക്ക് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറി പോവാം. ഡൽഹിയിലെ വൈകുന്നേരത്തെ തിരക്ക്, ഓഫീസ് ടൈമിങ് തുടങ്ങി. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ എപ്പോഴാണാവും. ഇതാണ് ഡൽഹിയിലെ ബ്യൂട്ടി, ഈ പച്ചപ്പ്. ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഡൽഹി. ഡൽഹി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഇതൊക്കെ, ജംഗൽ. അതൊക്കെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ഒരു സിറ്റിയായി മാറിയത്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഇതേ സിറ്റി വാക്ക്. ഇവിടെയാണ് ഞാനൊന്ന് യാവനായിട്ട് വന്നത്, പ്ലേ സ്റ്റേഷൻ്റെ അവൻ്റെ ഗെയിം മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഭയങ്കര വലിയ മോളാട്ടോ, ഷോപ്പിംഗ് മോളത്. ഇത് കണ്ടില്ലേ. ഫൈനലി ഓട്ടോ പിടിച്ചു തിരിച്ച് വീട്ടിലേക്ക്. ഇപ്പോൾ ബേസിക്കലി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. പണ്ട് താമസിച്ചിരുന്ന വെച്ചാൽ ഈ ഓപ്പറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വരണമെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും, പിന്നെ ചിലവും. അപ്പോൾ ബേസിക്കലി ഇനി വണ്ടി മേടിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ മേടിക്കേണ്ടി വരും. അതിന് ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. വഴിയിൽ വരുന്ന സമയത്ത് ഞാൻ ഈ സംഭവം കണ്ടു, ആലു ചാട്ട്. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഓൻ ഇതൊന്ന് കഴിച്ചു നോക്ക്, അപ്പോൾ വിവരം മനസ്സിലാവും. അടിപൊളി സാധനം. ഡൽഹിയിലെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സിൻ്റെ ഫുഡ് ഉണ്ടല്ലോ. ഓ, സ്ട്രീറ്റ് ഫുഡ് അടിപൊളിയാണ്. എസ്പെഷ്യലി ഈ ചാട്ടും ഇതൊക്കെ ആകുമ്പോണ്ടല്ലോ, എന്താ മോനെ. ഇന്ന് രാവിലെ ചോലപ്പട്ടൂര് അടിച്ചു, ഇപ്പോൾ വൈകുന്നേരം ആലു ചാട്ട്. എന്താ മോൻ, മെൽട്ടായിക്കൊണ്ടിരിക്കും. അവർ ഈ ഉണ്ടാക്കണ മസാല ഉണ്ടല്ലോ, അത് ചമ്മച്ച് കൊടുക്കണം. നമ്മൾ എത്ര ട്രൈ ചെയ്താലും വീട്ടിലുണ്ടാക്കിയാലും ഇങ്ങനത്തെ ടേസ്റ്റ് വരില്ല. എന്താ മോനെ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതാ കഴിച്ചിരുന്നത്. തണുപ്പത്ത് കളിക്കാൻ പറഞ്ഞാൽ ചൂട് അടിപൊളി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അത് കുറച്ച് സമയം എടുക്കും, അറ്റ്ലീസ്റ്റ് 2-3 മാസം എടുക്കും അതൊന്ന് പിടിച്ചു വരാൻ. പക്ഷെ എന്നാലും ബെറ്റർ ദാൻ നത്തിങ്. അപ്പോൾ വാട്ട് എവർ ഈസ് കമ്മിങ് ഇൻ മൈ വേ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ ഓപ്പർച്യൂണിറ്റി. സോ നമുക്ക് നമ്മുടെ ലൈൻ വേണമായിരുന്നു, ആ ലൈൻ തന്നെ കിട്ടി. പിന്നെ ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ സാലറി ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ 50-50 പാർട്ട്ണർഷിപ്പിലുള്ളത്. ഞാൻ സ്റ്റുഡൻറ്റ് വന്നാൽ 50% അവൻ കൊടുക്കണം, അവൻ സ്റ്റുഡൻറ്റ് വന്നാൽ 50% എനിക്ക് കിട്ടും. പക്ഷേ കൂടുതൽ അവൻ്റെ നിന്ന് സ്റ്റുഡൻസ് കിട്ടാൻ പോകും എനിക്ക്, കാരണം എനിക്കിവിടെ ആരും അറിഞ്ഞൂടല്ലോ. അവൾക്ക് അത് നടത്താനുള്ള ആരോ വേണം. ആ സ്ഥലം അവൻ്റെ വെറുതെ കിടക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, നീ എടുത്തോ,
നിങ്ങൾക്ക് എന്ത് വേണമെച്ചാലും അതിൻ്റെ ഉള്ളിൽ ചെയ്തോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. സോ ഹി വിൽ ബൈ ദി എക്യുപ്മെൻറ്റ്സ് ഓൾസോ ആൻഡ് വിൽ ഡു ഇറ്റ്. സോ യാ, ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, please consider subscribing, commenting and liking also. Plus, if you think I'm working really hard on these vlogs and giving you some information which is good, ഒരു സൂപ്പർ താങ്ക്സ് ഉണ്ടായില്ലേ. അപ്പോൾ ആ സൂപ്പർ താങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ദുഡ് കിട്ടും, വിച്ച് ഹെൽപ്സ് മീ ടു മേക്ക് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.